നടി ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SI രേഷ്മ എന്നിവർക്കെതിരെ നടി അൻസിബ ഹസൻ നൽകിയ ഹർജിയിൽ ഇന്ന് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും. മൂവർക്കുമെതിരെ കേസെടുക്കണമെന്നായിരുന്നു അൻസിബയുടെ ഹർജി. തൃപ്പൂണിത്തുറ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുക. പരാതിയിൽ കഴമ്പില്ല എന്നും പോലീസിന് വീഴ്ച ലഭിച്ചിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടി തൃക്കാക്കര ACP നേരത്തെ കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. നാം ഈ റിപ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയിരുന്നത് അൻസിബ വളരെ വിഷമത്തോടുകൂടിയാണ് കണ്ടിരുന്നത്. പ്രത്യേകിച്ച് പരാതിയിൽ കഴമ്പില്ല എന്ന് പറയുമ്പോഴേക്കും അൻസിബയുടെ പരാതിയിൽ പ്രശ്നമൊന്നുമില്ല, വനിതാ SI രേഷ്മയ്ക്കെതിരെയും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെയും ഒന്നും അതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് കോടതിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഒരു അനുകൂലമായ വിധി അൻസിബയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ നീങ്ങുന്നത്? നിലവിൽ പോലീസ് ഇതിൽ അന്വേഷിക്കുന്നത് ഇതിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ടോ എന്നാണ്. പ്രത്യേകിച്ച് അൻസിബ ആരോപിക്കുന്നത് പോലെ ലക്ഷ്മിപ്രിയയിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന SI രേഷ്മയിൽ നിന്നും എന്ത് മോശം അനുഭവമാണ് അൻസിബയ്ക്ക് ഉണ്ടായതെന്നാണ്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു തെളിവ് ഹാജരാക്കാൻ അൻസിബയ്ക്ക് കഴിഞ്ഞില്ല. പകരം ഈ ലക്ഷ്മിപ്രിയ ആയിക്കോട്ടെ SIയുടെ ആയിക്കോട്ടെ അവരുടെ പക്കൽ കൃത്യമായിട്ടുള്ള തെളിവുകളുമുണ്ട്. ഈ ലക്ഷ്മിപ്രിയ തന്നെ പറയുന്നു അത് എത്ര സമയമാണ്, അതായത് 1.5 മണിക്കൂർ മാത്രമാണ് അന്ന് പോലീസ് സ്റ്റേഷനിൽ ഇവരെ ഇരുത്തിക്കൊണ്ട് SI രേഷ്മ സംസാരിച്ചത്. അതിനുശേഷം അവരുടേതായിട്ടുള്ള കൺസേണോട് കൂടി തന്നെയാണ് ആ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പായതും. ആ ഒത്തുതീർപ്പായി എന്ന് പറയുന്നത് SI അവരുടെ മൊഴിയായി രേഖപ്പെടുത്തുകയും പിന്നീട് അവരെ വായിച്ച് കേൾപ്പിച്ച് ഒപ്പിട്ട് മടക്കിയതുമാണ്. പിന്നെ എന്തിനാണ് വീണ്ടും അൻസിബ ഇത്തരത്തിലുള്ള ആരോപണവുമായി വരുന്നത്? അതും ഇത്രയും വൈകി എന്തുകൊണ്ടാണ് ആരോപണം ഉന്നയിക്കുന്നത് എന്നതാണ് പ്രധാനമായും തൃക്കാക്കര ACP അന്വേഷിച്ചത്. ആ അന്വേഷണത്തിൽ തന്നെയാണ് ഈ പറയുന്ന പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തുകയും അതിന്റെ റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായത്. പക്ഷേ അൻസിബ പറയുന്നത് തന്റെ മൗലിക അവകാശത്തിന്റെ ലംഘനമായിരുന്നു, തന്നെ വളരെ മാനസികമായിട്ടുള്ളൊരു പീഡനം ആ സ്റ്റേഷനിൽ നിന്നും ഉണ്ടായി. പ്രത്യേകിച്ച് SI രേഷ്മ 3 മണിക്കൂറായിരുന്നു തന്നെ ചോദ്യം ചെയ്തത്. ഒപ്പം ഈ ലക്ഷ്മിപ്രിയയുടെ പരാതിയിൽ കഴമ്പില്ല എന്ന് പറയുന്നതിൽ പോലും കൃത്യതയില്ല, അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്നൊക്കെയാണ് അൻസിബ പറയുന്നത്. എന്തായാലും ഇന്ന് അൻസിബ കഴിഞ്ഞ ദിവസമാണ് കോടതിയെ സമീപിച്ചത്. ആ കോടതി കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചപ്പോൾ പോലീസിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്, കമ്മീഷണർക്ക് കൈമാറിയ റിപ്പോർട്ട് പോലീസ് ഇന്ന് കോടതിയെ സമർപ്പിക്കും. അങ്ങനെയാണെങ്കിൽ അതിലുള്ളൊരു വാദമായിരിക്കും നടക്കുക. അതിനുശേഷം ഇന്നിപ്പോൾ സ്വാഭാവികമായും ഇതിന്റെ ഒരു അന്തിമ വിധിയൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ ഒരു വാദപ്രതിവാദം ഇന്ന് കോടതിയിൽ നടക്കുകയും ചെയ്യും. ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് SI രേഷ്മ എന്നിവരെ പ്രതിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അൻസിബ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പക്ഷെ പോലീസ് അതിൽ FIR പോലും രജിസ്റ്റർ ചെയ്യാത്തതിനെ അൻസിബ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലൂടെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ടാഗ് ചെയ്തുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു. അതിൽ പ്രധാനമായും അൻസിബ പറയുന്നത് എങ്ങനെയാണ് FIR പോലും രജിസ്റ്റർ ചെയ്യാത്തൊരു കേസിൽ ആരോപണ വിധേയരായവരുടെ മൊഴിയെടുക്കുന്നത്, സാക്ഷികളുടെ മൊഴിയെടുക്കുന്നത്, അത് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമല്ല, അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമല്ലേ മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലും ഒക്കെ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ പോലും ലംഘനമുണ്ടായി. ഒരു അന്വേഷണത്തിന്റെ പേരിൽ പ്രഹസനമാണ് നടക്കുന്നതെന്നാണ് അൻസിബ പറയുന്നത്. എന്തായാലും ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയിലും ഇതുവരേക്കും പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. കഴിഞ്ഞ ദിവസമാണ് നീന കുറുപ്പിന്റെയും ശ്വേതാ മേനോന്റെയും ടിനി ടോമിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.